ഹർഷേ, മധ്യപ്രദേശിൽ നിന്ന് വരുന്ന ഒരു രസകരമായ വാർത്തയാണ്. വരന്റെ അമ്മയും അതേപോലെ വധുവിന്റെ അച്ഛനും തമ്മിൽ ഒളിച്ചോടുകയാണ്. അപ്പോൾ രണ്ട് മക്കളെയും അല്ലെങ്കിൽ അവരുടെ മക്കളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് പോകണം. കേൾക്കുന്നത് നമുക്ക് വളരെ തമാശയും അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് എത്രത്തോളം സമൂഹത്തിന് ഇനി ആ ഒരു മക്കളെയും അതേപോലെ ആ ഒരു ഫാമിലിക്കൊക്കെ ഒരു ബാധിക്കുന്നുണ്ടാവും? ഈ ഒരു വാർത്ത നടക്കുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ സജീവമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പറയുന്നത് പോലെ തന്നെ വധുവിന്റെ അച്ഛനും ഈ പറയുന്നത് പോലെ തന്നെ വരന്റെ അച്ഛനും പ്രതിശ്രുത വധുവും ഒക്കെ ഒളിച്ചോടി പോയിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഈ പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലാണെങ്കിലാണ് അത്ഭുതം. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. അതൊക്കെ നോർമലി നടക്കുന്ന കുറെ കാര്യങ്ങൾ. കേരളത്തിലും അത്ര ഇപ്പൊ അത്ഭുതങ്ങളായിട്ട് പോകുന്നില്ല. കാരണം ഡെയിലി നമ്മൾ ഈ ഒരു വാർത്തകൾ കേട്ട് 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 ഇതൊരു പരിചിതമായി പോയി. ഓക്കെ, ഇങ്ങനെ നടന്നിട്ടുണ്ടോ, ഒരു പുതുമയൊന്നും ഇല്ല. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് ഈ പാട്രിയാർക്കി സമൂഹത്തില് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു അത്ഭുതം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു പുതിയ വാർത്ത എന്ന രീതിയിലൊന്നുമില്ല. കാരണം സഹോദരിയുടെ ഭർത്താവിന്റെ കൂടെ അനിയത്തി ഒളിച്ചോടുന്ന സംവിധാനങ്ങളും അതൊരു വ്ളോഗായിട്ട് ഇടുന്നതും വീഡിയോ ഇടുന്നതും ഇതൊക്കെ നമ്മൾ ഡെയിലി കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇപ്പം അതില് സൂചിപ്പിച്ച വാർത്തയാണെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ അത് ആകാംക്ഷയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ നോക്കിയിരുന്നിട്ടുള്ള വാർത്തകളൊക്കെ ആയിരുന്നു അത്. ഇനി എന്ത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ മധ്യപ്രദേശിൽ നിന്ന് വന്ന വാർത്ത എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും മധ്യപ്രദേശിലുള്ളവർക്ക് ഇത് ഇത്ര വലിയ സംഭവമായിരിക്കില്ല. കാരണം കേരളത്തിൽ അപൂർവം മാത്രമായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ 100 കേസോ അല്ലെങ്കിൽ 100 110 കേസുകൾ എടുത്താൽ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാവുന്നത്. ബാക്കിയെല്ലാം തന്നെയും സാധാരണ പോലെ തന്നെ ഇന്റർകാസ്റ്റ് ആയിട്ടുള്ള ഒളിച്ചോട്ടങ്ങളോ അല്ലെങ്കിൽ പ്രായവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നല്ലാതെ കുടുംബത്തിലെ തന്നെ ഈ പറയുന്നത് പോലെ ബന്ധം സ്ഥാപിക്കാൻ നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയൊക്കെയുള്ള ഒളിച്ചോട്ടങ്ങളൊക്കെ വളരെ അത്ഭുതം എന്ന് പറയുന്നതിനേക്കാൾ ഒരു അപൂർവം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഈ ക്രൈം സ്റ്റോറി നിരക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ അത്ഭുതം തോന്നുന്ന പല വാർത്തകളും ഉണ്ട്. പക്ഷേ ക്രൈം സ്റ്റോറികളൊക്കെ കൂടുതലും കേരളത്തിലാണ്. അമ്മയുമായിട്ട് അഫെയർ ഉള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ അമ്മയുടെ ബോയ് ഫ്രണ്ട്, അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. അമ്മയുടെ ബോയ് ഫ്രണ്ടിന് ഒരു സമയം എത്തിയപ്പോൾ മകളോട് ഒരു അഫെക്ഷൻ തോന്നും. മകൾ എന്ന് പറയുന്നത് വിവാഹിതയാണ്. അപ്പോൾ ഇത് അമ്മയോട് തുറന്നു പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ മകളുമായിട്ടൊരു അഫെയർ വെക്കണമെന്നുണ്ട്. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാനോ? കാരണം ഇവര് ഓൾറെഡി റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അമ്മ പറയാണ്, അപ്പൊ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പറയുന്നത്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് വേണമെന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി. എന്നിട്ട് ഇവരുടെ മോളോട് സംസാരിക്കുന്നു, മോൾക്കും കുഴപ്പമില്ല. ഇവരിങ്ങനെ ഈ ഒരു 3 പേരുടെ ഒരു റിലേഷനിൽ പോകുന്ന സമയത്ത് മകളുടെ ഭർത്താവ് അതിനകത്തിലൊരു വില്ലൻ എന്ന് വെച്ചാൽ പുള്ളി ഇനി വേണ്ട, പുള്ളി ഇവരുടെ ഈ ഒരു റിലേഷനിൽ ഒരു അധികപ്പറ്റാണ്. എന്നിട്ട് ഇവർ 3 പേരും പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ഭർത്താവിനെ കൊല്ലുന്ന ആ ഒരു ക്രൈം ഫയൽ അതിലൊരു പ്രധാന ഏടായിരുന്നു നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം നിരവധി കേസുകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ന്യൂസിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെന്ന് പറയുന്നത്. ഒരാൾക്ക് മറ്റൊരാളോട് അഫെക്ഷൻ തോന്നുന്നതോ അല്ലെങ്കിൽ വലിയ വെച്ചാ അത് അവരുടെ ഒരു ചോയ്സ് ആണ്. പക്ഷെ ഒരു വിവാഹം തീരുമാനിച്ചിട്ട് അവരുടെ ഒരു ലൈഫിനെ പറ്റി ആലോചിക്കാതെ അതിനുശേഷം നിങ്ങൾക്ക് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളാണ്, നിങ്ങൾക്ക് എത്രയൊക്കെ പിടിച്ചു കെട്ടി കഴിഞ്ഞാലും നമുക്കിപ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു ഫീലിങ്സ് തോന്നി, നമുക്ക് പോയി പറഞ്ഞിട്ട് ഇവരുടെ ഉള്ളിലെ ഫീലിങ്സ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇല്ല, അത് അവരുടെ സ്വന്തമായി വിചാരിച്ചാൽ മാത്രമേ അതിനൊരു എന്തെങ്കിലും മാർഗം ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കാര്യമായിട്ട് അല്ലെങ്കിൽ വളരെയധികം സന്തോഷം തോന്നുന്നത്, ഈ വ്യക്തികൾ അവരുടെ ഇഷ്ടത്തിന് ഒളിച്ചോടി പോയിരുന്നതിനേക്കാൾ ഉപരി കൂടെയുള്ള ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ മക്കള് ജീവിതത്തിന് ഉപദ്രവമാവുമെന്ന് കരുതി അവരെ കൊന്നിട്ട് പോവുകയോ അതൊന്നുമല്ല. അവരുടെ ഇഷ്ടത്തിന് ഒളിച്ചോടി പോയി. പേരെ കൊല്ലേണ്ടി വരും. പക്ഷെ അപ്പൊ ഇതെന്ന് വെച്ചാൽ വേറെ ആൾക്കാരല്ല, 2 കുടുംബങ്ങളാണ്. ഈ 2 കുടുംബങ്ങളിലെ മകനും മകളും അവര് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അവരൊരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ഒരുമിച്ച് കൂടുന്നു. അതിന്റെ ഏതൊക്കെയോ വേളകളിൽ ഇവര് തമ്മിൽ ഒരു അഫെയർ ഉണ്ടാവുന്നു. ഇവരപ്പോ ഈ തടസ്സം നിൽക്കുന്നവരെ കൊല്ലാനാണെങ്കിൽ ഈ പറയുന്ന പുരുഷന്റെ ഫാമിലിയിലുള്ള ഭാര്യയെ കൊല്ലണം, 2-3 മക്കളെ കൊല്ലണം, അത്രയും ആൾക്കാരെ കൊല്ലണം. ഇപ്പുറത്ത് ഈ സ്ത്രീ ആണെങ്കിൽ അവരുടെ ഭർത്താവിനെ കൊല്ലണം. കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കൂ. കേരളത്തിലൊക്കെ ആണെങ്കിൽ 2 വയസ്സും 1 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് 6 വയസ്സ്. കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ രണ്ടാനച്ഛനും അമ്മയും കൂടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ആ ഒരു രീതിയിൽ കൊല്ലുന്നതൊക്കെ നമ്മൾ
കൊന്നുകളയുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഒരു ദയാദാക്ഷിണ്യമില്ലാതെ തന്നെ സ്വന്തം അമ്മമാർ തന്നെ പ്രസവിച്ച് വേദന അറിഞ്ഞ് പ്രസവിച്ച അമ്മമാർ തന്നെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്നത് ഇവരുടെ ഇഷ്ടത്തിന് ഒളിച്ചോടി പോയി എന്നതിനേക്കാൾ ഉപരി ഇവർ മറ്റാർക്കും ഹാംഫുൾ ആയിട്ട് ചെയ്തിട്ടില്ല. നാണക്കേടുകൾ ഓക്കെ, കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയൊരു നാണക്കേട് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളേക്ക് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും അതൊരു നാണക്കേടിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിലായി ഇപ്പം ആ ഒരു വാർത്ത നമ്മൾ എടുക്കുമ്പോൾ, നമുക്ക് ആ ഒരു ന്യൂസ് കിട്ടുമ്പോൾ ആ ഒരു ന്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളുടെ കൂടിയാണ് ഈ ഒരു സ്ത്രീയെ കണ്ടത്. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് മകന്റെ ഭാര്യ അല്ലെങ്കിൽ മകന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ അച്ഛനാണ് എന്നുള്ള രീതിയിലൊക്കെ. ഇത്തരത്തിലൊരു വാർത്തയോട് കൂടി അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇവരുടെ റൂട്ട് ഇവരെങ്ങനെ പരിചയപ്പെട്ടിരുന്നു, ഒരുപക്ഷെ ചില മാധ്യമങ്ങളൊക്കെ അത് റൂട്ട് മാപ്പൊക്കെ വെച്ച് കാണിച്ചു കൊടുത്തേ LED വോളിൽ ഇട്ടിട്ടൊക്കെ ഈ ഒരു സമയത്ത് കണ്ടു. കേരളത്തിലും അങ്ങനെ ഒരു ക്രൈം ഫയൽ ഉണ്ടെന്ന്. ജോളി കേസിനകത്തില് ജോളി ആ ഓരോ ആൾക്കാരെയും കൊല്ലാൻ കാരണം അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ബന്ധം രഹസ്യമായിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വർഷങ്ങളോളം പ്ലാൻ ചെയ്തിട്ട് അവർ ഓരോ ആൾക്കാരെയും കൊന്നത്. ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പിഞ്ചു കുഞ്ഞ് തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. കാരണം ജോളിയുടെ ഫാമിലിനെ മാത്രമാണ് കൊന്നിട്ടുള്ളത്. അതിന്റെ അകത്ത് തന്നെ ഉള്ള ഒരാളോടായിരുന്നു പുള്ളിക്കാരത്തേക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അത്രയും കൊലപാതകങ്ങൾക്ക് കാരണം അവരുടെ ആ ഒരു ബന്ധം എന്നതാണ് അവരുടെ ബാക്കിയുള്ള റിപ്പോർട്ടുകൾ പ്രകാരമൊക്കെ വന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവരുടെ ഇഷ്ടത്തിന് പോയി എന്നല്ലാതെ മറ്റാരെയും കൊന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് വ്യക്തികൾ ആർക്കും ആരോടും പ്രണയം തോന്നാം, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ അത് അവർ തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒളിച്ചോടി പോയി ഓക്കെ ഫാമിലിയിൽ നാണക്കേടുണ്ടായി എന്നുള്ളതൊക്കെ വാസ്തവമാണെങ്കിൽ പോലും ജീവൻ തിരിച്ചു കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് മാറിയിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. നമുക്ക് തന്നെ അറിയാം, ഈ കേരളത്തിൽ തന്നെ നമുക്ക് ചുറ്റും തന്നെ ഡിവോഴ്സ് കിട്ടിയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഈ ഒരു വ്യക്തികളൊക്കെ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഡിവോഴ്സ് ആയെങ്കിൽ എന്താ, അല്ലെങ്കിൽ അവൾ അവളുടെ വഴിക്ക് അല്ലെങ്കിൽ അവൻ അവന്റെ വഴിക്ക് പോയെങ്കിൽ എന്താ, എനിക്കും എന്റെ കുഞ്ഞിനും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. കാരണം അത്തരത്തിലേക്കാണ് ബന്ധങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്ത്. ഇത്രത്തോളം നിയമവ്യവസ്ഥകളുള്ള കേരളത്തിനകത്ത് പോലും ഇത്രയും ക്രൂരമായ രീതിയിലാണ് ഏത് സമയത്താണ് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തുന്നത് എന്ന് ആർക്കും അറിയില്ല. കൂടെ കിടന്നുറങ്ങുന്ന ഭർത്താവോ ഭാര്യയോ പോലും നാളെ നമ്മളെ കൊല്ലുമോ എന്നൊരു ഉറപ്പില്ലാതെ ജീവിക്കുന്ന ജീവിതമാണ് കേരളത്തിലുള്ളവർക്ക്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും അവർക്ക് പ്രണയം തോന്നി, അവർ പോയി. അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതലൊന്നും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പോലും ചർച്ച ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊക്കെ സ്വാഭാവികം എന്ന് നമ്മൾ എടുത്തു പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ദുരഭിമാന കൊലകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അവിടെ. എന്ന് വെച്ചാൽ നമ്മള് കേരളത്തിലെ ഒരു പാട്രിയാർക്കിയും നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നമുക്കതൊരു പുതിയ വാർത്തയല്ല. പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം, അതിൻ്റെ അപ്പുറത്തേക്കും ഒരു ഈ മകന്റെ ഫ്രണ്ടിനോടുള്ള അഫയർ അല്ലെങ്കിൽ അത്തരത്തിൽ അതെന്ന് പറയുന്നത് നമുക്കൊരു നോർമൽ അല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ഈ ഒരു നോർമൽ അല്ലാത്ത അവസ്ഥയുടെ ഭീകര അവസ്ഥകൾ അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇതിൽ മറ്റൊരു രസകരമായ വാർത്ത ഉണ്ടായിരുന്നു. ഈ മകൻ മരിച്ചു. അപ്പോൾ മരുമകള് ഒറ്റപ്പെടണ്ടാലോ എന്ന് വിചാരിച്ച് അമ്മായച്ചൻ അല്ലെങ്കിൽ ഫാദറിൻലോ പുള്ളിക്കാരത്തെ വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ വാർത്ത നമുക്കിവിടെ കേൾക്കുമ്പോൾ ഇത് എന്ത് രീതിയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ബന്ധങ്ങളൊക്കെ സംബന്ധിച്ച് നമുക്ക് ഈ മരുമകൾ എന്നൊക്കെ പറയുന്നത് മകളുടെ സ്ഥാനത്താണ്. അല്ലെങ്കിൽ മകളെ എങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്, മകളെ കല്യാണം കഴിച്ചത് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു നോർമലൈസ് അല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇതേപോലെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ 2 കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു സാധാരണ കാര്യമാണല്ലോ അത്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറയുന്നത് ഇതിലും ഭീകരമായിട്ട് ദുരഭിമാന കൊലകളും അതേപോലെ അത്രയും കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണത്. അപ്പൊ അവിടെയും ഇത്തരം വാർത്തകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇത് നോർമലൈസ്ഡ് ആക്കേണ്ട ആ ഒരു തലങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഓരോ വാർത്ത കാണുമ്പോഴും നമുക്കൊരു കൗതുകം ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ പോയിട്ടുണ്ട്, ഇഷ്ടംപോലെ വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും നാളെ ഒരു വാർത്ത വരുമ്പോഴും നമ്മൾ വീണ്ടും അത് വായിച്ചു നോക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മൈൻഡിൽ അത് നോർമലൈസ്ഡ് അല്ല. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് നോർമലൈസ്ഡ് അല്ലാത്തടത്തോളം കാലം നമ്മൾ ഇതൊക്കെ ഓരോ വാർത്തയും അത്ഭുതത്തോടെ തന്നെ കാണുകയും ചെയ്യും, അത്ഭുതത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും.